ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണോ മെഡിക്ലെയിം മതിയോ? ഒരു പക്ഷെ നിങ്ങൾ കരുതുന്നത് ഇവ രണ്ടും സെയിം ആണ് എന്നായിരിക്കും. അങ്ങനെ തോന്നുമെങ്കിലും ഇവ തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. മെഡിക്ലെയിം പോളിസി വഴി ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് രോഗങ്ങൾ തുടങ്ങിയ ഏതാനും സ്പെസിഫിക് കവറേജ് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുക. എന്നാൽ ഹെൽത്ത് ഇൻഷുറൻസിൽ ആംബുലൻസ് ഫീ, പ്രസവ ചികിത്സ, അനിമൽസിന്റെ കടിയേറ്റാനുള്ള വാക്സിനേഷൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കവറാവും. മെഡിക്ലെയിമിന്റെ ഫീച്ചേഴ്സ് ഫിക്സഡ് ആയിട്ടാണ് ഉണ്ടാവാറ്. ഇത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താൻ സാധിക്കില്ല. കൂടാതെ മെഡിക്ലെയിമിന്റെ മാക്സിമം കവറേജ് 5 ലാഖ് വരെയാണ് ഉണ്ടാവാറ്. എന്നാൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നുകൂടി ഫ്ലെക്സിബിൾ ആണ്. ഇതിന് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. കൂടാതെ നമ്മുടെ ഏജിനും പ്രീമിയം അടക്കാനുള്ള കപ്പാസിറ്റിക്കും അനുസരിച്ച് കവറേജ് എമൗണ്ട് എത്ര വേണമെന്ന് സ്വയം തീരുമാനിക്കാം. കവറേജ് എമൗണ്ട് എത്ര വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ മെഡിക്ലെയിമിൽ ഒരു തരത്തിലുള്ള ആഡ് ഓൺ ഫീച്ചേഴ്സും ഉണ്ടാവാറില്ല. എന്നാൽ ഹെൽത്ത് ഇൻഷുറൻസ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, ഡിസേബിലിറ്റി കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ, ജോലി നഷ്ടപ്പെടൽ തുടങ്ങിയ ആഡ് ഓൺ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായേക്കാം, ഇതിൽ ഏതെടുക്കും? അത് ടോട്ടലി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. നിങ്ങൾ കരുതുന്നത് നിങ്ങൾ യങ് ആണ്, നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനാണ്, നിങ്ങൾക്ക് ഹോസ്പിറ്റലൈസേഷന് മാത്രം കവറേജ് മതിയെങ്കിൽ മെഡിക്ലെയിമിലോട്ട് പോകാം. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വയ്യ, നിങ്ങൾക്ക് പ്രീവിയസ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും പാരമ്പര്യ രോഗങ്ങളുണ്ട് എങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ്. ഒരു കാര്യം ഓർക്കുക, ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ മെഡിക്ലെയിം ഉണ്ടാവേണ്ടത് അപകടങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ വരുന്നതിന് മുമ്പാണ്, ശേഷമല്ല. ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.